ഹലോ ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇല്ലെങ്കിൽ വെൽക്കം. ആദ്യമായിട്ടാണ് ഇവിടെ വരണമെന്ന് വെച്ചാൽ ഹായ്, ദിസ് ഇസ് സൂര്യ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ അല്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ moonglay.live. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്ക് വിത്ത് എ ബ്യൂട്ടി വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയതല്ല ബട്ട് ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡിൻ്റെ കുറച്ച് പ്രൊഡക്ട്സിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും റിവ്യൂ കൂടി തരാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് വരണേന്ന് വെച്ചാൽ എപ്പോഴും പറയണ പോലെ തന്നെ താഴെ നമ്മുടെ ഒരു ചുവന്ന കളറൊരു ബട്ടണില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഫാമിലി വലുതാക്കുക. അതിൻ്റെ കൂടെ തന്നെ അടുത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, ഒന്ന് എനേബിൾ ചെയ്തോളൂ. എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവിടെ എത്തുന്നതാണ്. പിന്നെ ഞാൻ നല്ല ആക്റ്റീവായിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. സോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് അവിടെയും എന്നെ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. സോ എന്തായാലും ഇനി സംസാരിച്ച് സമയം കളയുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ചാരക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ലൈക്ക് ഓൾമോസ്റ്റ് 74 ഇയേഴ്സായിട്ട് ഇന്ത്യയിലുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. അവർ റിലീസ് ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡാണ് മോഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ്. മോഹ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് കംപ്ലീറ്റ്ലി ആയുർവേദിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല ഹെർബലായിട്ട്, അതായത് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും ലൈക്ക് അവരുണ്ടാക്കുന്ന എല്ലാം അത്രയും നല്ലൊരു പ്യുവറായിട്ട് അവരുണ്ടാക്കുന്ന പ്രൊഡക്ട്സാണ്. അത്രയും നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. ടോട്ടലി ഹെർബലായിട്ടാണ് അവർ ട്രൈ ചെയ്യുന്നത് അവരുടെ പ്രൊഡക്ട്സ് എല്ലാം. സോ അവരെനിക്ക് അവരുടെ ഒരു 3 പ്രൊഡക്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ആദ്യം അവരുടെ ഒരു ഇത് വന്നിട്ട് ഒരു ഹെർബൽ സ്ക്രബാണ്. രണ്ടാമത്തേത് വന്നിട്ട് ഒരു നെയിൽ ക്രീമാണ്. മൂന്നാമത്തേത് വന്നിട്ട് അവരുടെ ഒരു ഫുഡ് കെയർ ക്രീം കേട്ടോ. നെയിൽ കെയർ ക്രീമും ഫുഡ് കെയർ ക്രീം. സോ ഇത് ഞാനിതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇത് യൂസ് ചെയ്തതിൻ്റെയും ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതിന് മുന്നേ പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റ്ലി ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് അവരുണ്ടാക്കുന്നത്. കംപ്ലീറ്റ്ലി ഹെർബൽ എന്ന് പറഞ്ഞാൽ സ്കിന്നിന് നല്ലപോലെ ബെനിഫിഷ്യലായിട്ട് 100% റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഇവരുണ്ടാക്കുന്നത്. ആൻഡ് ഞാൻ ഇവരുടെ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ടും ഇവരെക്കുറിച്ച് കുറച്ച് ഞാൻ റിസർച്ച് ചെയ്തപ്പോഴും 100% യൂസ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് ഇവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ചും ഇവരുടെ ബ്രാൻഡിനെ കുറിച്ചും. സോ ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയ ശേഷം 3 യൂസ് ചെയ്തു. 3 എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവരുടെ ഫുഡ് ക്രീമാണ്. ഫുഡ് കെയർ ക്രീം ഒരു രക്ഷയില്ല. ദിസ് ഈസ് റിയലി ഓസം. എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. ദിസ് ഈസ് റിയലി ഓസം. നിങ്ങളുടെ കാലിൽ ക്രാക്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ലെഗ് ഭയങ്കര എന്താ പറയുക റഫായിട്ടോ, ലൈക്ക് നമ്മളെപ്പോഴും നമ്മുടെ ഈ ഒരു കാൽപാദങ്ങൾ എത്ര തന്നെ കെയർ ചെയ്താലും അതിലൊരു എന്തെങ്കിലും ഒരു ഡ്രൈനെസ്സോ ചിലവർക്ക് ക്രാക്സൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എത്ര തന്നെ കെയർ ചെയ്താലും എത്ര ഓയിൽ അപ്ലൈ ചെയ്താലും എങ്ങനെയാണെന്നറിയില്ല ഭയങ്കര ഡ്രൈ ആയി മാറുന്നുണ്ട് നമ്മുടെ കാൽപാദം. ബാക്ക് സൈഡായിട്ട് വരില്ല, ആ ഭാഗത്തായിട്ട്. സോ ഞാനിത് ജസ്റ്റ് ഒരു 2 ടൈംസ് യൂസ് ചെയ്തുള്ളൂ. ഞാൻ നൈറ്റാണ് ഇത് യൂസ് ചെയ്തത്. ആൻഡ് സീരിയസ്ലി ഐ കുഡ് സീ എ റിസൾട്ട്. നല്ല സോഫ്റ്റായി. ഈ ക്രീം തന്നെ ഞാൻ പറയാലോ ബട്ടർ പോലെയാണ്, ശരിക്കും വെണ്ണ പോലെ സോഫ്റ്റായിട്ടുള്ളൊരു ക്രീമാണ്. ബീട്ട് എ ലേഡി, ബീട്ട് എ ജെൻ, നിങ്ങൾ ആരാണെങ്കിലും നിങ്ങളുടെ എന്ത് ജെൻഡറാണെങ്കിലും പ്രശ്നമില്ല. ദിസ് പ്രോഡക്റ്റ് ഈസ് റിയലി എ വാവ് പ്രോഡക്റ്റ്. എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നി ഇവരിതിൽ എന്തോ ഒരു ചലഞ്ച് ഇവരിതിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം ഞാനിത് യൂസ് ചെയ്യണ സമയത്ത് മെൻഷൻ ചെയ്യാം. സോ ഫുഡ് കെയർ ക്രീമിൽ ഇതൊരു 100 grams ആണ്. സോ ഇതൊരു 100 grams ആണ്. 100 grams-ന് വെറും 250 rupees-ആണ്. അതായത് ഒരു നോർമലായിട്ടുള്ള ഒരാളുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡും കൂടിയാണ് നമ്മുടെ മോഹ. ആൻഡ് ഇത് വന്നിട്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 3 years ഷെൽഫ് ലൈഫ് ഉണ്ട്. 3 വർഷത്തോളം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഫുഡ് കെയർ ക്രീമിൽ മേജറായിട്ടുള്ളത്
പപ്പായയുടെ എക്സ്ട്രാക്ട്സ്, അലോവേറയുടെ എക്സ്ട്രാക്റ്റും പെപ്പർമിൻറ്റിൻ്റെ എക്സ്ട്രാക്റ്റും. ആൻഡ് ഇവരിതിൽ പറയുന്നത് നൈറ്റ് യൂസ് ചെയ്യുക. നൈറ്റ് യൂസ് ചെയ്താൽ നോർമലി നൈറ്റ് യൂസ് ചെയ്യണതായിരിക്കും നല്ലത്. ബിക്കോസ് രാവിലെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം, നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്ന് ചിലപ്പോൾ വേറെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ക്രീം കാലിന്ന് പോകും. സോ രാത്രി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ തന്നെ നിന്നോളും. ലൈക്ക് എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ രാത്രി ക്രീം തേച്ചിട്ട് ഞാൻ സോക്സ് ഇട്ടിട്ട് കിടക്കും. അപ്പോൾ കാലിവിടെ എന്താ വെച്ചാൽ സെറ്റാണ് അവിടെ, അത് ഇണങ്ങൂല. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. സോക്സ് ഇടണമെന്നില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. സോ അതാണ് നമ്മുടെ ഫുഡ് കെയർ ക്രീമിനെ കുറിച്ച് വരുന്നത്. ആൻഡ് ദിസ് ഈസ് എ മസ്റ്റ് ട്രൈ പ്രോഡക്റ്റ് ഗൈസ്. ഐ റിയലി ലവ് ദിസ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫിംഗേഴ്സിൽ ലൈക്ക് നിങ്ങളുടെ ഫിംഗേഴ്സ് ഭയങ്കര ഡള്ളാണ് ഒട്ടും. ഇപ്പം ഞാൻ ഇന്ന് നെയിൽ പോളിഷ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ടു ഷോ മൈ ഫിംഗേഴ്സ്. എൻ്റെ ഫിംഗേഴ്സ് നോർമലി വലിയ പ്രശ്നമൊന്നുമില്ല, ഇറ്റ്സ് ഫൈൻ ഓൺലി. അത്യാവശ്യം ഗ്ലോസി ഒക്കെയാണ്, കണ്ടില്ല, അത്യാവശ്യം ഗ്ലോസി ഒക്കെയാണ്. സോ നിങ്ങളുടെ ഫിംഗേഴ്സ് ഒട്ടും ഗ്ലോസി അല്ല, ഭയങ്കര ഡെഡ് ലുക്കിംഗ് ആണ്, ഒട്ടും ഒരു ഹെൽത്തി അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ക്രീമാണ് ഇവരുടെ ഈ ഒരു നെയിൽ കെയർ ക്രീം. ഇവരിതിൽ പറയുന്നത് സ്ട്രോങ് ഹെൽത്തി ആൻഡ് ഗ്ലോസി നെയിൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൽമണ്ട് ഓയിലും ഫ്ലാക്സ് സീഡ് ഓയിലുമാണ് ഇതിൽ വരുന്നത്. ആൻഡ് ഇതും 100 grams ആണ്. ഇതിൻ്റെ റേറ്റും 200 rupees ആണ്. ആൻഡ് 100 gram 200 rupees. ഐ തിങ്ക് ഇത് കുറേ നാളോടും, ബിക്കോസ് നമ്മുടെ ഈ ഒരു വിരലിൻ്റെ ഇവിടെ മാത്രമേ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് ഇതും നൈറ്റ് ആണ് ഞാനും അപ്ലൈ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്, ബിക്കോസ് എൻ്റെ ഫിംഗറിൽ എനിക്ക് വലിയ ഇഷ്യൂസ് ഇല്ലാത്തത് കൊണ്ട് ഇതിപ്പം നല്ലതാണ്. ബിക്കോസ് എനിക്ക് തേച്ച സമയത്ത് നല്ല മോയ്സ്ചറൈസ്ഡായിട്ട് ഫീൽ ചെയ്തു. ബട്ട് എനിക്ക് പ്രോബ്ലംസ് അത്ര ഇല്ലാത്തതുകൊണ്ട് എനിക്കിതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് അത്ര ലൈക്ക് എനിക്ക് പറയാൻ അറിയുന്നില്ല. സോ ബട്ട് കാല് ഡ്രൈ ആയതുകൊണ്ടേ ഈ ഒരു സംഭവം സൂപ്പർബാണ്. സോ നെയിൽ കെയർ ക്രീമും നല്ലത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫിംഗേഴ്സ് ഭയങ്കര ഒരു ഹെൽത്തി അല്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ യു ക്യാൻ ഷുവർലി ട്രൈ ദിസ് ഔട്ട്. ആൻഡ് മൂവിങ് ഓൺ ടു ഹെർബൽ സ്ക്രബ്. അവരുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയത് ഹെർബൽ സ്ക്രബാണ്. പൊതുവേ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ സ്ക്രബ് ഞാൻ ചൂസ് ചെയ്യുമ്പോൾ ഒട്ടും ലൈക്ക് പണ്ടത്തെ സ്ക്രബ്സൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഭയങ്കര വലിയ വലിയ ഗ്രാന്യൂൾസൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ സ്കിന്നിൽ ശരിക്കും പറഞ്ഞാൽ സ്ക്രാച്ചാണ് ഉണ്ടാക്കുക നമ്മൾ സ്ക്രബ് ചെയ്യും തോറും. സോ എനിക്ക് പൊതുവേ അങ്ങനത്തെ സ്ക്രബിനോട് തീരെ താല്പര്യമില്ല. ചെറിയ ചെറിയ നാനോ ആയിട്ടുള്ള ഗ്രാന്യൂൾസ്, അതായത് ഒരു സ്ക്രബ് എന്നുള്ളൊരു ഫീല് വരണം, പക്ഷേ അതൊട്ടും തന്നെ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ചെയ്യാത്ത രീതിയിലത്തെ സ്ക്രബാണ് എനിക്കിഷ്ടം. അങ്ങനെ ഉള്ളതിലൊരു നല്ല ഓപ്ഷനാണ് മോഹയുടെ ഈ ഒരു സ്ക്രബ്. ഇതിൽ വാൾനട്ട് ഉണ്ട്. വാൾനട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ്. വാൾനട്ട് ഭയങ്കര ഹാർഷായിരിക്കും അതിൻ്റെ സ്ക്രബ്, പക്ഷേ ഇതൊട്ടും ഹാർഷല്ല. ഓറഞ്ച് പീലുണ്ട് ഇതിൽ, നട്ട്മഗ്, ഒലീവ് ആൻഡ് റോസ്. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ആൻഡ് ഈ 3 പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇതിൻ്റെ ഒരു ഫ്രേഗ്രൻസ് ഭയങ്കര ഒരു ലൈക്ക് സൂതിങ് ആയിട്ടുള്ള ലൈക്ക് ഒരു ഹെർബൽ കൈൻഡ് ഓഫ് എന്താ പറയുക ഇപ്പോൾ അത് ലൈക്ക് ഒരു പെപ്പർമിൻറ്റ് ഓയിലിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ അറിയില്ല, ഒരു നല്ലൊരു സ്മൂതിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഒട്ടും അങ്ങനെ അടിച്ച് കയറുന്നൊരു സ്മെല്ലല്ല. എനിക്ക് ഒരുപാട് അങ്ങനെ ഫ്രാഗ്രൻസ് ഉള്ള ക്രീംസ് ഒന്നും ഇഷ്ടമല്ല, പക്ഷെ നല്ലൊരു റിലാക്സിങ് സ്മെല്ല് തരുന്ന റിലാക്സിങ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ഉള്ളതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രൊഡക്ട്സാണ്. സോ മോഹയുടെ ഈ ഒരു സ്ക്രബും അതുപോലെ സ്ക്രബ് മാത്രമല്ല 3 പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഭയങ്കര സൂതിങ് ഫ്രേഗ്രൻസ് ഉള്ളതാണ്. സോ ഇതും ലൈക്ക് നോർമലായിട്ടുള്ള സ്ക്രബ് പോലെ തന്നെ നമ്മുടെ കയ്യിലെടുക്കുക, അത്യാവശ്യത്തിന് എടുത്തിട്ട് ഒരു 3 minutesോളം നല്ലപോലെ സ്ക്രബ് ചെയ്യുക ആൻഡ് വാഷ് ചെയ്ത് കളയുക. ആൻഡ് ഇതും അത്യാവശ്യം യൂസ് ചെയ്ത റിസൾട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ റിവ്യൂവിൽ പറയുമ്പോഴായിരിക്കും ഇറ്റ് വുഡ് ബി ബെറ്റർ. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് നമ്മുടെ യൂസിങ് ആൻഡ് റിവ്യൂ ഇനി കണ്ടാലോ? കണ്ടിട്ട് വരൂ. സോ ഫേസ് ഒന്ന് വെറ്റ് ചെയ്ത ശേഷം ഞാൻ നമ്മുടെ മോഹയുടെ ഹെർബൽ സ്ക്രബ് കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ ഇത് വളരെ ഒരു ലൈറ്റ് സോഫ്റ്റായിട്ടുള്ളൊരു ടെക്സ്ചറാണ്. ഒരുപാട് ഇങ്ങനെ ഗ്രാന്യൂൾസ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒറ്റ ഗ്രാന്യൂൾസ് ഇല്ല, നല്ല സോഫ്റ്റാണ്, മൈൽഡാണ്. നമുക്കൊരു ലൈക്ക് ഒരു നോർമൽ ഒരു ഫേസ് ലൈക്ക്
ഫേസ് വാഷൊക്കെ ചിലത് വരുമല്ലോ, ഒരു സ്ക്രബുള്ള ഫേസ് വാഷ്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അത്ര ഒരുപാട് ഇങ്ങനെ ഹാർഷായിട്ട് ഫീൽ ചെയ്തില്ല. ആൻഡ് ദ റിസൾട്ട് ഈസ് റിയലി ഓസം. നല്ല സോഫ്റ്റ്, സപ്പിൾ ആൻഡ് ഓൾസോ ഒരു ബ്രൈറ്റ് ആൻഡ് സ്കിന്നാണ് എനിക്ക് കിട്ടിയത്. ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഒരു നല്ലൊരു ക്ലീൻ ലുക്ക് ഉണ്ടായിരുന്നു ഇത് ചെയ്ത ശേഷം. സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ മോഹ പറഞ്ഞാൽ നല്ല കിഡിലോസ്കി എന്നൊക്കെ പറയണ പോലെ 3 പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിൽ കണ്ടത്. ആൻഡ് ഐ പേഴ്സണലി ലവ്ഡ് ദിസ്. 3 പ്രൊഡക്റ്റും നല്ലതാണ്. പക്ഷേ ലൈക്ക് ഐ ടോൾഡ്, ഫുഡ് കെയർ ക്രീം ഈസ് ലൈക്ക് ഇറ്റ്സ് സൂപ്പർ, മസ്റ്റ് ട്രൈ ആണ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം. നിങ്ങളുടെ വീട്ടിലോ, നിങ്ങളുടെ ഹസ്ബൻഡിന്, നിങ്ങളുടെ ബ്രദറിന്, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ ഫാദറിന്, നിങ്ങൾക്ക് ഹൂ എവർ ഇറ്റ് ഈസ്, അവർക്ക് ഇങ്ങനത്തെ ഒരു കൺസേൺ അല്ലെങ്കിൽ നെയിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫുഡ് കെയറിൻ്റെ ഒരു ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു സജസ്റ്റ് ദം ദിസ് ബ്രാൻഡ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രൊഡക്റ്റ് ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ എല്ലാം പോയി കാണുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം.